ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറും നാളെ ജയിൽ മോചിതനാകും. ദ്വാരപാലക ശില്പക്കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിധി നാളെയാണ്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് സ്വാഭാവിക ജാമ്യം ലഭിക്കുക. പങ്കജ് ഭണ്ഡാരിയുടെ അപേക്ഷയിൽ 5 വാദം തുടരും. വിവരങ്ങളുമായി M മനോജ് ചേരുന്നു. മനോജ്, നമുക്കറിയാം SITയുടെ ഗുരുതര വീഴ്ചയെ തുടർന്ന് ഓരോ പ്രതികളായി ജാമ്യം നേടി പുറത്തിറങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ KS ബൈജുവും പുറത്തിറങ്ങിയിരുന്നു. ഇനിയിപ്പോൾ നാളെ എ പത്മകുമാറും ജയിൽ മോചിതനാകുമെന്ന വാർത്തയാണ് വരുന്നത്. ദ്വാരപാലക ശില്പക്കേസിൽ ഉള്ള ഹർജിയാണ് നാളെ പരിഗണിക്കുന്നത്. അതിന് മുന്നേയുള്ള കട്ടളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അടുത്ത കേസിലും ജാമ്യം ലഭിക്കുന്നതോടെ എ പത്മകുമാറും ജയിൽ മോചിതനാകും എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും അമൽ, SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദ്വാരപാലക ശില്പക്കേസിലും സ്വാഭാവിക ജാമ്യം പത്മകുമാറിന് ലഭിക്കും. ഇതോടുകൂടി തന്നെ ജയിൽ മോചിതനാകും. കഴിഞ്ഞ നവംബർ 20-ാം തീയതിയാണ് കട്ടളപ്പാളി കേസിൽ ആദ്യം ഈ പത്മകുമാർ അറസ്റ്റിലാക്കുന്നത്. തുടർന്നാണ് ദ്വാരപാലക ശില്പക്കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ കട്ടളപ്പാളി കേസിൽ പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ ദ്വാരപാലക ശില്പക്കേസിൽ ജാമ്യം ലഭിക്കാത്തത് കൊണ്ടാണ് റിമാൻഡ് തുടർന്നു വന്നത്. ദ്വാരപാലക ശില്പക്കേസുമായി ബന്ധപ്പെട്ട് 90 ദിവസം റിമാൻഡ് പൂർത്തിയായതോടെ സ്വാഭാവിക ജാമ്യ ഹർജിയുമായി പത്മകുമാർ കോടതിയെ സമീപിച്ചു. ഇന്ന് കോടതി ആ ഹർജി പരിഗണിക്കുകയും നാളെ വിധി പറയാൻ മാറ്റുകയും ചെയ്തു. CPM-ന്റെ സമുന്നതനായിട്ടുള്ള നേതാവും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമായിട്ടുള്ള പത്മകുമാറിനെതിരെ ഒട്ടേറെ പേരുടെ മൊഴികളുണ്ട്. പക്ഷേ SIT ഇതുവരെയും തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തതിനാൽ ഇതുവരെ നിരവധി പ്രതികൾ, അതായത് 7 പ്രതികൾ ജാമ്യം നേടി ജയിലിന് പുറത്തിറങ്ങിയിരുന്നു. ഇതിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 5 പേർക്ക് SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചു. അതോടൊപ്പം തന്നെയാണ് പത്മകുമാറിനും ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ട്. ഇതുകൊണ്ട് തന്നെ SITക്കെതിരെ വലിയ വിമർശനവും ഉയരുന്നുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ, അതോടൊപ്പം തന്നെ N വാസുവിനെ പോലെ, പത്മകുമാറിനെ പോലെയൊക്കെ ഉള്ള പ്രതികൾ, ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിഞ്ഞു വന്ന പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങുന്നതിൽ SITക്ക് വലിയൊരു വീഴ്ച പറ്റി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുന്നുവെന്ന് പലതവണ പറയുമ്പോഴും തുടർ നടപടികൾ സ്വീകരിക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല. പലതരത്തിലുമുള്ള അതൃപ്തി പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും എ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു ദിവസമായി തന്നെ അങ്ങനെ ജയിലിൽ തുടർന്നു വരുന്നുണ്ടെങ്കിലും ഈ ദ്വാരപാലക ശില്പക്കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്നത് എ പത്മകുമാറിന് വലിയ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അറസ്റ്റ് അടക്കം പാർട്ടിയെ സംബന്ധിച്ച് CPM-ന് വലിയ ഒരു തിരിച്ചടിയായിരുന്നു. അതായത് ജില്ലാ കമ്മിറ്റി അംഗം കൂടെയാണ്, സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് കൂടെയാണ് സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായത്. എന്തായാലും SITയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു മന്ദത, അതായത് ഈ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ചയും സാവകാശവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഹൈക്കോടതിയിൽ നിന്നടക്കം വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രതികളടക്കം ഈ സ്വാഭാവിക ജാമ്യം തേടി പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്തായാലും നാളെ ഈ സ്വാഭാവിക ജാമ്യത്തിൽ ഹർജിയിൽ വിധി പറയുകയാണ്. വിജിലൻസ് കോടതിയിലാണ് നടപടിക്രമങ്ങൾ. സ്വാഭാവികമായും ജാമ്യം അനുവദിച്ചു കിട്ടാൻ തന്നെയാണ് ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറും നാളെ ജയിൽ മോചിതനാകും എന്ന വാർത്തയാണ് വരുന്നത്. ദ്വാരപാലക ശില്പക്കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിധി നാളെയാണ്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത്. വിവരം നൽകുകയായിരുന്നു M മനോജ്.